ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചു. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയാണ് തന്നെ നിരന്തരം പീഡിപ്പിച്ചയാൾക്കെതിരെ അസാധാരണമായ രീതിയിൽ പ്രതികരിച്ചത്. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ അന്തേവാസിയായ ഗംഗേശാനന്ദ തീർത്ഥപാദ എന്ന ഹരിസ്വാമിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. പ്രതിക്ക് ഒത്താശ ചെയ്ത യുവതിയുടെ അമ്മയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഗംഗേശാനന്ദ തീർത്ഥപാദയുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചത്. പീഡനശ്രമം ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി നേരത്തെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി തന്നെ ഇക്കാര്യം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ. നമുക്കൊക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു 1 മണി സമയത്താണ് ഈ കുട്ടി പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ 11ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ. തുടർന്ന് പോലീസാണ് ഗംഗേശാനന്ദയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും സ്ത്രീ പീഡനത്തിനും കേസെടുത്തിട്ടുണ്ട്. അതേസമയം താൻ സ്വയം മുറിവേൽപ്പിച്ചതാണെന്നാണ് ഇയാൾ ഡോക്ടർമാരോട് പറഞ്ഞത്. ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ തളർന്ന് കിടപ്പിലായിരുന്നു. അച്ഛന്റെ ചികിത്സയ്ക്കും രോഗമുക്തിക്കായുള്ള പൂജകൾക്കുമെന്ന പേരിലാണ് ഗംഗേശാനന്ദ കണ്ണമ്മൂലയിലെ വീട്ടിൽ വന്നിരുന്നത്. പിന്നീട് നിത്യസന്ദർശകനായി. താൻ +2 പഠിക്കുമ്പോൾ മുതൽ ഇയാൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് 21-കാരിയായ യുവതി പോലീസിന് നൽകിയ മൊഴി. കുട്ടിയുടെ അമ്മയുടെ അറിവോടെയായിരുന്നു പീഡനം. അതിനാൽ അവർക്കെതിരെയും പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതേസമയം പെൺകുട്ടിക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുമെന്നും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തതായും വനിതാ കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവതിയെ പീഡിപ്പിച്ച ഗംഗേശാനന്ദയ്ക്ക് സംഘപരിവാർ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. സന്യാസി സംഘങ്ങളുടെയും ഹിന്ദു ഐക്യവേദിയുടെയും പരിപാടികളിലെല്ലാം ഇയാൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കണ്ണമ്മൂല സ്വദേശിനിയായ നിയമവിദ്യാർത്ഥിനിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച ഗംഗേശാനന്ദയ്ക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. കുമ്മനത്തിനൊപ്പം ഇയാൾ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പുറത്തായി. 2010-ൽ 120 ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ കുമ്മനം രാജശേഖരനൊപ്പം അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സന്ദർശിച്ച സംഘത്തിൽ ഗംഗേശാനന്ദയുണ്ടായിരുന്നു. അന്ന് ഹിന്ദു ഐക്യവേദി നേതാവായിരുന്നു കുമ്മനം. 2013-ൽ നടന്ന ചട്ടമ്പിസ്വാമി പ്രതിമ രഥയാത്രയ്ക്ക് ആറന്മുളയിൽ നൽകിയ സ്വീകരണത്തിലും കുമ്മനത്തിനൊപ്പം ഇയാളുണ്ടായിരുന്നു. കണ്ണമ്മൂലയിൽ നിന്നും എഴുമാറ്റൂരിലേക്ക് നടത്തിയ രഥയാത്ര നയിച്ചതും ഗംഗേശാനന്ദയായിരുന്നു. 2013-ൽ തന്നെ ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി സംഘടിപ്പിച്ച സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃസമ്മേളനത്തിന്റെ കൺവീനറും ഇയാളായിരുന്നു. ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി മുഖ്യ രക്ഷാധികാരിയായിരുന്നു അന്ന് കുമ്മനം രാജശേഖരൻ. ഇക്കാര്യങ്ങൾ കുമ്മനം തന്നെ സ്ഥിരീകരിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്യാസി സമ്മേളനങ്ങളൊക്കെ വിളിച്ചുകൂട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എത്താറുണ്ട്. അദ്ദേഹം തീർത്ഥപാദ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ആ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ കാരണം വിഷയദോഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയൊക്കെ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും കുമ്മനം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി ചെയ്തത് ധീരമായ നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് നല്ല ഉദാത്തമായ ഒരു കാര്യമാണ്. അത് നല്ല ധീരമായ നടപടിയാണ്. അതിനകത്തൊരു സംശയമില്ല. അത് എല്ലാ ശക്തമായ നടപടി ഉണ്ടായല്ലോ. അതിന് പിന്തുണ കൊടുക്കാതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ശുദ്ധീകരണമാണ് LDF സർക്കാർ കഴിഞ്ഞ 1 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF ഭരണകാലത്ത് ഉയർന്നുവന്ന അത്യന്തം ജീർണമായ രാഷ്ട്രീയ സംസ്കാരത്തെ ആരോഗ്യവത്തായ ഒരു രാഷ്ട്രീയ സംസ്കാരം കൊണ്ട് പകരം വെച്ചു. LDF സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ നൽകിയത്. നവകേരളം പടുത്തുയർത്താനായി 4 മിഷനുകളിലൂടെ LDF സർക്കാർ ശ്രമം തുടരുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിവാദങ്ങളുടെ പിന്നാലെ പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലെ വിവാദങ്ങളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. UDF സർക്കാരിന്റെ കാലത്തെ അഴിമതി കേസുകളിൽ LDF സർക്കാരിന് മൃദു സമീപനമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
കൊച്ചി മെട്രോ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് നല്ലത് എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചി മെട്രോ വിഷയത്തിൽ വിവാദങ്ങളൊന്നും വേണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ സമയത്തിനായി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി അസൗകര്യം അറിയിച്ചാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെട്രോ ഉദ്ഘാടനം അതാത് മുഖ്യമന്ത്രിമാർ നിർവഹിച്ചിട്ടുണ്ട് എന്നും കടകംപള്ളി സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. CK വിനീതിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി AC മൊയ്തീൻ കേന്ദ്രത്തിന് കത്ത് നൽകി. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലി നൽകും. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതായും മന്ത്രി പറഞ്ഞു. കുൽഭൂഷൺ കേസിൽ രാജ്യാന്തര കോടതി വിധി അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ. കുൽഭൂഷൺ ജാദവിന് കൗൺസിലർ സഹായം നൽകില്ലെന്നും ജാദവിനെ കാണാൻ ഇന്ത്യൻ പ്രതിനിധികളെ അനുവദിക്കില്ലെന്നും പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവാണ് നിലപാട് വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തി. പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. സൗദി, US, അറബ്, ഇസ്ലാമിക്, അമേരിക്കൻ ഉച്ചകോടികളാണ് ട്രംപിന്റെ സന്ദർശനത്തിലെ പ്രധാന പരിപാടികൾ. തനിക്ക് വധഭീഷണി ഉണ്ടായി എന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് മഞ്ജു വാര്യർ. ചെങ്കൽച്ചൂളയിലെ ലൊക്കേഷനിൽ താൻ അപമാനിക്കപ്പെട്ടിട്ടില്ലെന്നും ആരും തന്നെ കത്തിമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ചെങ്കൽച്ചൂള നിവാസികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും നിറം പിടിപ്പിച്ച കഥകളാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അഹല്യ ദേശീയ നൃത്തോത്സവത്തിന് പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. മുദ്ര നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജർ പത്മശ്രീ കൃഷ്ണകുമാർ, IIT പാലക്കാട് ഡയറക്ടർ PB സുനിൽകുമാർ, അഹല്യ മാനേജിംഗ് ട്രസ്റ്റി അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ RVK വർമ്മ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടൻ വിനീതും സംഘവും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ നൃത്തം അരങ്ങേറി. 9 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ ശോഭന, ആശ ശരത് തുടങ്ങി നിരവധി പ്രമുഖ നർത്തകർ പരിപാടി അവതരിപ്പിക്കും.